ഹലോ, വെൽക്കം ടു ബി ഫോർ യു. ഇന്ന് നമ്മൾ നോക്കുന്നത് 2025 ജൂൺ മാസത്തിലെ 2-ാം ലക്കത്തിൽ വന്നിട്ടുള്ള PSC ബുള്ളറ്റിലെ കറണ്ട് അഫേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം, ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ആർച്ച് റെയിൽ പാലമായ ജമ്മു കാശ്മീരിലെ ചെനാബ് പാലം ജൂൺ 6-ാം തീയതി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ആർച്ച് റെയിൽ പാലമായ ജമ്മു കാശ്മീരിലെ ചെനാബ് പാലം ജൂൺ 6-ാം തീയതി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഇനി, കരോൾ നവ്രോസ്കി പോളണ്ടിൻ്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇനി, ലീ ജെ മ്യൂങ് ദക്ഷിണ കൊറിയയുടെ പുതിയ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇനി, മലയാളം സർവകലാശാല വൈസ് ചാൻസലറായി ഡോക്ടർ CR പ്രസാദിനെ ഗവർണർ നിയമിച്ചു. മലയാളം സർവകലാശാല വൈസ് ചാൻസലറായി ഡോക്ടർ CR പ്രസാദിനെ ഗവർണർ നിയമിച്ചു. ഇനി, മഞ്ഞുമല വീണ് നാമാവശേഷമായി ബ്ലാറ്റൻ എന്ന സ്വിസ് ഗ്രാമം. മഞ്ഞുമല വീണ് നാമാവശേഷമായി ബ്ലാറ്റൻ എന്ന സ്വിസ് ഗ്രാമം. ഇനി, ഐക്യരാഷ്ട്ര പൊതുസഭയുടെ അടുത്ത പ്രസിഡന്റായി ജർമ്മനിയുടെ അനലീന ബാർബോക്കിനെ തിരഞ്ഞെടുത്തു. ഐക്യരാഷ്ട്ര പൊതുസഭയുടെ അടുത്ത പ്രസിഡന്റായി ജർമ്മനിയുടെ അനലീന ബാർബോക്കിനെ തിരഞ്ഞെടുത്തു. ഇനി, കാശ്മീരിലെ സംഖൽദാനിൽ നിന്ന് റിയാസി ജില്ലയിലെ കത്രയിലേക്കുള്ള ആദ്യ തീവണ്ടി യാത്ര പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കാശ്മീരിലെ സംഖൽദാനിൽ നിന്ന് റിയാസി ജില്ലയിലെ കത്രയിലേക്കുള്ള ആദ്യ തീവണ്ടി യാത്ര പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഇനി, രാജ്യത്തെ ആദ്യ കേബിൾ സ്റ്റേ റെയിൽവേ പാലമായ അൻഷിഗാദ് പാലം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ആദ്യത്തെ കേബിൾ സ്റ്റേ റെയിൽവേ പാലമായ അൻഷിഗാദ് പാലം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഇനി, നവരത്ന കമ്പനികളിലൊന്നായി മാറാനൊരുങ്ങി കൊച്ചി കപ്പൽശാല. നവരത്ന കമ്പനികളിലൊന്നായി മാറാനൊരുങ്ങി കൊച്ചി കപ്പൽശാല. ഇനി, 78-ാം കാൻ ചലച്ചിത്രമേളയിൽ ഏറ്റവും ഉയർന്ന പുരസ്കാരമായ പാംദോർ നേടി ജാഫർ പനാഹി. 78-ാം കാൻ ചലച്ചിത്രമേളയിൽ ഏറ്റവും ഉയർന്ന പുരസ്കാരമായ പാംദോർ നേടി ജാഫർ പനാഹി. ഇനി, ഉള്ളൂർ S. പരമേശ്വരയ്യരുടെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരം കവിയും ഗാനരചയിതാവുമായ മഞ്ജു വെള്ളായണിയുടെ ജലജമന്തികൾ എന്ന കവിതാസമാഹാരത്തിന്. ഉള്ളൂർ S. പരമേശ്വരയ്യരുടെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരം കവിയും ഗാനരചയിതാവുമായ മഞ്ജു വെള്ളായണിയുടെ ജലജമന്തികൾ എന്ന കവിതാസമാഹാരത്തിന്. ഇനി, സുഗതകുമാരി ദേശീയ പരിസ്ഥിതി പുരസ്കാരം കുമ്മനം രാജശേഖരന്. സുഗതകുമാരി ദേശീയ പരിസ്ഥിതി പുരസ്കാരം കുമ്മനം രാജശേഖരന്. ഇനി, 18-ാം ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബെംഗളൂരുവിന്. ഫൈനലിൽ പഞ്ചാബ് കിങ്സിനെ 6 റൺസിന് തോൽപ്പിച്ചാണ് റോയൽ ചലഞ്ചേഴ്സ് കിരീടം നേടിയത്. 18-ാം ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബെംഗളൂരുവിന്. ഫൈനലിൽ പഞ്ചാബ് കിങ്സിനെ 6 റൺസിന് തോൽപ്പിച്ചാണ് റോയൽ ചലഞ്ചേഴ്സ് കിരീടം നേടിയത്. ഇനി, ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം അമേരിക്കയുടെ കോക്കോ ഗാഫിന്. ഫൈനലിൽ ബെലാറസിൻ്റെ ആര്യാന സെബലെങ്കയെയാണ് കീഴടക്കിയത്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം അമേരിക്കയുടെ കോക്കോ ഗാഫിന്. ഫൈനലിൽ ബെലാറസിൻ്റെ ആര്യാന സെബലെങ്കയെയാണ് കീഴടക്കിയത്. ഇനി, ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം സ്പാനിഷ് താരമായ അൽക്കാരാസിന്. ഫൈനലിൽ ഇറ്റലിയുടെ യാനിക് സിന്നറിനെ പരാജയപ്പെടുത്തി. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം സ്പാനിഷ് താരമായ അൽക്കാരസിന്. ഫൈനലിൽ ഇറ്റലിയുടെ യാനിക് സിന്നറിനെ പരാജയപ്പെടുത്തി. ഇനി, പായ്വഞ്ചിയിൽ ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യൻ വനിതകളെന്ന ബഹുമതി സ്വന്തമാക്കി കോഴിക്കോട് പറ.
പറമ്പിൽക്കടവ് സ്വദേശിനി ലഫ്റ്റനന്റ് കമാൻഡർ കെ ദിൽസനയും പുതുച്ചേരി സ്വദേശിനി ലഫ്റ്റനന്റ് കമാൻഡർ രൂപ എയും INS തരിണി എന്ന പായ്വഞ്ചിയിലായിരുന്നു യാത്ര. ഇനി യുവേഫ കോൺഫറൻസ് ലീഗ് ഫുട്ബോൾ കിരീടം ഇംഗ്ലീഷ് ക്ലബ്ബ് ചെൽസിക്ക്. ഫൈനലിൽ സ്പാനിഷ് ക്ലബ്ബ് റയൽ ബെറ്റിസിനെ 41-ന് കീഴടക്കി. യുവേഫ കോൺഫറൻസ് ലീഗ് ഫുട്ബോൾ കിരീടം ഇംഗ്ലീഷ് ക്ലബ്ബ് ചെൽസിക്ക്. ഫൈനലിൽ സ്പാനിഷ് ക്ലബ്ബ് റയൽ ബെറ്റിസിനെ 41-ന് കീഴടക്കി. ഇനി ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ ഗ്ലെൻ മാക്സ്വെൽ ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ ഗ്ലെൻ മാക്സ്വെൽ ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ഇനി ദക്ഷിണാഫ്രിക്കൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഹെൻറിച്ച് ക്ലാസൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ദക്ഷിണാഫ്രിക്കൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഹെൻറിച്ച് ക്ലാസൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ഇനി ഇന്ത്യൻ ലെഗ് സ്പിന്നർ പീയൂഷ് ചൗള പ്രൊഫഷണൽ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ഇന്ത്യൻ ലെഗ് സ്പിന്നർ പീയൂഷ് ചൗള പ്രൊഫഷണൽ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ഇനി ഇംഗ്ലണ്ടിൻ്റെ മുൻ ഫുട്ബോൾ ക്യാപ്റ്റൻ ഡേവിഡ് ബെക്കാമിന് നൈറ്റ്ഹുഡ് പുരസ്കാരം നൽകാൻ തീരുമാനിച്ചു. നൈറ്റ്ഹുഡ് പുരസ്കാരം നേടിയാൽ പേരിന് മുന്നിൽ സർ പദവിക്ക് അർഹനാകും. ഇംഗ്ലണ്ടിൻ്റെ മുൻ ഫുട്ബോൾ ക്യാപ്റ്റൻ ഡേവിഡ് ബെക്കാമിന് നൈറ്റ്ഹുഡ് പുരസ്കാരം നൽകാൻ തീരുമാനിച്ചു. നൈറ്റ്ഹുഡ് പുരസ്കാരം നേടിയാൽ പേരിന് മുന്നിൽ സർ പദവിക്ക് അർഹനാകും. ഇനി നോർവേ ചെസ്സിൽ ലോക 1-ാം നമ്പർ മാഗ്നസ് കാൾസന് കിരീടം. നോർവേ ചെസ്സിൽ ലോക 1-ാം നമ്പർ മാഗ്നസ് കാൾസന് കിരീടം. ഇനി യുവേഫ നേഷൻസ് ലീഗ് കപ്പ് പോർച്ചുഗലിന്. ഫൈനലിൽ സ്പെയിനിനെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ 53-ന് തോൽപ്പിച്ചാണ് പോർച്ചുഗൽ കിരീടം നേടിയത്. യുവേഫ നേഷൻസ് ലീഗ് കപ്പ് പോർച്ചുഗലിന്. ഫൈനലിൽ സ്പെയിനിനെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ 53-ന് തോൽപ്പിച്ചാണ് പോർച്ചുഗൽ കിരീടം നേടിയത്. ഇനി തായ്ലാൻഡിൻ്റെ ഒബാൽ സുജാത ചോങ്സി ലോകസുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഹൈദരാബാദിൽ നടന്ന മത്സരത്തിൽ ഫൈനലിൽ എത്യോപ്യയുടെ ഹാസെ ദെറേജയെ മറികടന്നാണ് ഒബാൽ 72-ാം ലോകസുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. തായ്ലാൻഡിൻ്റെ ഒബാൽ സുജാത ചോങ്സി ലോകസുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഹൈദരാബാദിൽ നടന്ന മത്സരത്തിൻ്റെ ഫൈനലിൽ എത്യോപ്യയുടെ ഹാസെ ദൊറേജയെ മറികടന്നാണ് ഒബാൽ 72-ാം ലോകസുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇനി ലോകത്തെ ഏറ്റവും വലിയ ചരക്കുകപ്പലായ MSC ഐറീന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തി. ലോകത്തെ ഏറ്റവും വലിയ ചരക്കുകപ്പലായ MSC ഐറീന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് എത്തി. ഇനി ഐക്യരാഷ്ട്രസഭയുടെ 3-ാം സമുദ്ര സമ്മേളനം ഫ്രാൻസിലെ നീസിൽ നടന്നു. ഐക്യരാഷ്ട്രസഭയുടെ 3-ാം സമുദ്ര സമ്മേളനം ഫ്രാൻസിലെ നീസിൽ നടന്നു. ഇനി ഇരുട്ടിലും കാഴ്ച സാധ്യമാക്കുന്ന ഇൻഫ്രാറെഡ് കോൺടാക്റ്റ് ലെൻസുകൾ വികസിപ്പിച്ച് ചൈന. ഇരുട്ടിലും കാഴ്ച സാധ്യമാക്കുന്ന ഇൻഫ്രാറെഡ് കോൺടാക്റ്റ് ലെൻസുകൾ വികസിപ്പിച്ച് ചൈന. ഇനി മുൻ കേന്ദ്രമന്ത്രി സുഖ്ദേവ് സിംഗ് ധിൻഡ്സ അന്തരിച്ചു. ഇനി പ്രമുഖ കെനിയൻ എഴുത്തുകാരൻ ഗൂഗി വ തിയോങ്കോ അന്തരിച്ചു. ഇനി ടൈഗർ മാൻ എന്നറിയപ്പെടുന്ന പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ വാൽമീക് ഥാപ്പർ അന്തരിച്ചു. ടൈഗർ മാൻ എന്നറിയപ്പെടുന്ന പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ വാൽമീക് ഥാപ്പർ അന്തരിച്ചു. ഇനി ഗാന്ധി സിനിമയുടെ ഛായാഗ്രാഹകൻ ബില്ലി വില്യംസ് അന്തരിച്ചു. ഇനി കമ്പ്യൂട്ടറുകളെ ജനങ്ങളോടടുപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച എൻജിനീയർ ബിൽ ആറ്റ്കിൻസൺ അന്തരിച്ചു. ഇനി ബ്രിട്ടീഷ് സാഹിത്യകാരൻ ഫ്രെഡറിക്
ഫോർസിത്ത് അന്തരിച്ചു.